ഹലോ ഗായ്സ്, എല്ലാവർക്കും മാവറിക് മോംസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അബുദാബിയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അബുദാബിയിലേക്ക് അബ്രാഹാമിക് ഫാമിലി ഹൗസിലേക്കും പിന്നെ അതിനുശേഷം നമ്മുടെ ബാബ്സ് മന്ദിറും കൂടെ കാണണം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ജംഷിത്തെയും റസിയാത്തെയുമാണ് ഇതിൻ്റെ മെയിൻ ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. ജംഷിയുടെ പ്ലാനാണ് പോകാം എന്നുള്ളത്. ആദ്യം ലേഡീസ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ അതിൽ ഇച്ചാനും കൂടെ കൂട്ടി. ഫസ്റ്റ് നമ്മൾ പാത്തൂനെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് പോയത്. പാത്തൂനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അവളുടെ സ്കൂൾ കഴിഞ്ഞിട്ട് അവളെയും കൂടി കൂട്ടി നമ്മൾ നേരെ അബുദാബിക്ക്. പിന്നെ കുഞ്ഞുവിന് ലൂയിക്ക് പിന്നെ ഉറക്കത്തിനാണ് അവനെ വിളിച്ചിട്ട് പോയതെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേനും അമ്മയും ഇസുവൊക്കെ ഉള്ളതുകൊണ്ട് അവനെ നോക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവരുടെ നല്ല ഹാപ്പി ആയിട്ട് ബാക്കിലിരുന്ന് കളിയും ചിരിയും വർത്താനവും ഒക്കെ ആയിട്ട് അവനങ്ങനെ പോയി. പിന്നെ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവരുള്ളത് കൊണ്ട് തന്നെ അവനെ നോക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇവർ നോക്കിക്കോളും. അങ്ങനെ ഞങ്ങൾ അബ്രാഹിം ഫാമിലി ഹൗസിലെത്തി. അവിടെ എന്താ പറയുക, പാസ് നേരത്തെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അബ്രാഹിമിക് ഫാമിലി ഹൗസിൻ്റെ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ അല്ല, വേൾഡ് പീസും അബ്രാഹാമിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ് മുസ്ലിംസ്, ജൂയിഷ് ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു 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 ടോളറൻസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് അബ്രാഹിമിക് ഫാമിലി ഹൗസ് എന്ന് പറയുന്നത് തന്നെ. ഭയങ്കര എല്ലാവരും തന്നെ കാണേണ്ട ഒരു സാധനമാണ്. കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് തന്നെ അത് കാണിക്കണം എന്നാണ്. കാരണം ഇന്നത്തെ കാലത്ത് യുദ്ധവും കാര്യങ്ങളൊക്കെ ഉള്ളതിന് എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരാളുടെ മക്കളാണെന്ന് കാണിക്കുന്ന ഒന്നാണ് ഈ അബ്രാഹിമിക് ഫാമിലി ഹൗസ്. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് അവോയ്ഡ് വാർ ആൻഡ് മെയിൻറ്റെയിൻ പീസ് എന്നാണ്. നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് ഉള്ള യുദ്ധവും അതൊക്കെ ഒന്ന് അവസാനിച്ച് എല്ലാവരും ഒന്നും ഒരുപോലെയാണ്, എല്ലാവരും ഒരു ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണെന്ന് കാണിക്കുന്ന അബ്രാഹിം ഫാമിലി ഹൗസ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ ജംഷിദ് അടുത്ത് ഏൽപ്പിച്ചിട്ട് ജംഷിദെന്ന് പറഞ്ഞാൽ നോക്കിക്കോളാമെന്ന് ഞങ്ങൾ എന്നിട്ട് ആദംസ് ഗാർഡനിലേക്ക് പോയി മുകളിൽ കാണാനായിട്ട്. എനിക്കൊന്നു ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാം. ഭയങ്കര ഒരു ഡിവൈൻ ഫീൽ വരുന്ന ഒരു പ്ലേസ് ആയിരുന്നു അബ്രാഹിം ഫാമിലി ഹൗസ് എന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ് ഫീലാവും. ഭയങ്കര ഒരു ഡിവൈൻ ആയിരുന്നു അത് മൊത്തത്തിൽ. അതിൻ്റെ പണിത്തരങ്ങളും ആൾക്കാരും എല്ലാവരും തന്നെ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി, ചിരിക്കുന്ന രീതി ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഇതാണ് ആദംസ് ഇതെന്ന് പറയുന്നത്, ആദംസ് ഗാർഡൻ. ആദത്തിൻ്റെ തോട്ടം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഒലീവ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ നാരകങ്ങളൊക്കെ ഉണ്ട്. ഒലീവിൻ്റെ ചെടി നട്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ചുറ്റിനും മോസ്ക്, ജൂത്സിൻ്റെ സിനഗോഗ്, ദെൻ ചർച്ച്, അങ്ങനെ 3 അതിനുമായിട്ട് വെച്ചിരിക്കുന്നതെന്ന്. ഇതാണ് ക്രിസ്ത്യൻ ചർച്ച്. അതിൻ്റെ പണിത്തരം നോക്കിയാൽ വുഡാണ് മൊത്തം. അത് എനിക്ക് തോന്നുന്നു ഈജിപ്തിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ. അവർ പറയുന്നുണ്ട് ഇവിടെ കോമൺ വേർഷിപ്പ് ആയിട്ടില്ല, പക്ഷേ കോമൺ വർഷിപ്പിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം റോമിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മോസ്കാണ്. നമുക്ക് സിനഗോഗിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ എന്തോ ഒരു കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് സിനഗോഗ് എടുക്കാനായിട്ട് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതായത് അവിടുന്ന് ജൂസായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവർ എന്തോ ഒരു വർഷിപ്പ് പോലെ എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സിനഗോഗിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഈ നമ്മുടെ എവിടെ ചെന്നാലും ആരെങ്കിലും ഉണ്ടാവുമല്ലോ എടുക്കാനായിട്ട്. ഇപ്പം ഇവിടെ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ വേറിൻ്റെ അടുത്തുനിന്ന് കരയുന്നു. മേവർ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അന്ന്. എനിക്ക് തോന്നുന്നു അവൻ ഒരു പ്രാവശ്യം കൂടെ മാമദിസം മുക്കാൻ പോകണമെന്ന് മേടിച്ചിട്ടായിരിക്കും കരച്ചിട്ടുണ്ടാവുക. ഭയങ്കര കരച്ചിലായിരുന്നു. അവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ബാബ്സ് മന്ദിറിലേക്കാണ്. ബാബ്സ് മന്ദിർ എന്ന് പറയുമ്പോൾ നവീകരിച്ച
ഒരു അമ്പലമാണ് നമ്മുടെ. എനിക്കറിയാലോ, മോദിയൊക്കെ വന്ന്, നമ്മുടെ പ്രധാനമന്ത്രി മോദിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത വലിയൊരു ക്ഷേത്രമാണ് അബുദാബിയിലുള്ള ബാബ്സ് മന്ദിർ. ബാബ്സ് മന്ദിർ കാണാതെ ഒരാളും UAE ഉണ്ടാവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും എന്താ പറയുക, ഭംഗിയുള്ളൊരു അമ്പലം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും രസമുണ്ട്. ഫുള്ള് എന്താ പറയുക, നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അമ്പലം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. Devotees participate in the Ganga while remaining seated. Those who have LED lamp are kindly requested